വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രാക്ലേശത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ മാസ്റ്റർ പ്ലാൻ നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ റെയിൽവേ അധികൃതർക്ക് കത്ത് അയച്ചു. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. വടക്കൻ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ദീർഘകാലത്തെ റെയിൽവേ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അടിയന്തര ഇടപെടലുമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇത് സംബന്ധിച്ച് റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ, മംഗലാപുരം സെൻട്രൽ, മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടണമെന്നും നിർത്തലാക്കിയ പാസഞ്ചർ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കളക്ടർ റെയിൽവേക്ക് കത്തയച്ചത്. പാലക്കാട് DRM മധുകർ റാവത്തർക്ക് അയച്ച ഔദ്യോഗിക കത്തിലാണ് ജില്ല നിലവിൽ നേരിടുന്ന കടുത്ത യാത്രാക്ലേശങ്ങളെക്കുറിച്ച് കളക്ടർ വിശദമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന നിരവധി ട്രെയിനുകൾ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നതോടൊപ്പം വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള സർവീസുകൾ മംഗലാപുരത്തുമാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. കാസർഗോട്ടേക്ക് വരേണ്ട പ്രവാസികൾ, വിദ്യാർത്ഥികൾ, രോഗികൾ, തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണമുണ്ടാകുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകളില്ലാത്തതും നേരത്തെ ഉണ്ടായിരുന്ന ചില പാസഞ്ചർ സർവീസുകൾ നിർത്തലാക്കിയതും ജനങ്ങളുടെ ദൈനംദിന യാത്രകളെയും പ്രാദേശിക വികസനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ യാത്ര അവസാനിപ്പിക്കുന്ന 9ഓളം വണ്ടികൾ ചിലത് കാസർഗോഡൊക്കെ മഞ്ചേശ്വരം നിർത്തണോ എന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നമുക്കറിയാം, കണ്ണൂർ കേരളത്തിന്റെ അതിർത്തിയല്ല, പാലക്കാട് ഡിവിഷന്റെ അതിർത്തിയല്ല, ദക്ഷിണ റെയിൽവേയുടെ അതിർത്തിയല്ല. എന്നിട്ടും കണ്ണൂരിൽ നിന്ന് 9 വണ്ടികൾ പുറപ്പെടുകയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ 20 മണിക്കൂർ കിടക്കുന്ന 2 വണ്ടികളുണ്ട്. അത് ദീർഘദൂര വണ്ടികളാണ്. നമ്മുടെ കേരളത്തിനെ ഒട്ടാകെ പ്രയോജനം ചെയ്യുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും അതുപോലെ തന്നെ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസും 20 മണിക്കൂർ വെറുതെ കിടക്കുകയാണ്. ആ വണ്ടികൾ എളുപ്പത്തിൽ നമുക്ക് മഞ്ചേശ്വരത്തേക്കോ കാസർഗോഡ് നീട്ടാം. അതുപോലെ തന്നെയാണ് ഷൊർണൂരിൽ നിന്നും ആരംഭിച്ച ഒരു പാസഞ്ചർ കണ്ണൂർ വരെ നീട്ടിയ ആ പാസഞ്ചർ നമ്മളുടേത് കാസർഗോഡ് വരെ നീട്ടണമെന്ന മുറവിളിക്കിടയിൽ റെയിൽവേ ആരും ആവശ്യപ്പെടുന്നത് പാലക്കാട് വരെ നീട്ടുകയാണ്. നമ്മൾ നീട്ടുന്നതിന് യാതൊന്നും എതിരല്ല, പാലക്കാടേക്ക് വണ്ടിയാണ് നല്ലത്. അതുപോലെ തന്നെ തെക്കോട്ട് മാത്രം നീട്ടുകയും വടക്കോട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു ചിറ്റം വന്നയും ഒരു യാതൊരു പരിഗണന തരാത്ത റെയിൽവേയുടെ നടപടി പ്രതിഷേധാർഹമാണ്. നമുക്ക് വൈകിട്ട് 6:10 ശേഷം കോഴിക്കോട് ഇങ്ങോട്ട് വണ്ടികളില്ല. അതിന് പരിഹാരമായി പാലക്കാട് കണ്ണൂർ പാസഞ്ചർ, കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ 2 വണ്ടികൾ ഇവിടെ ഇങ്ങോട്ട് നീട്ടിയാൽ റെയിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഒട്ടനവധി പരിഹരിക്കപ്പെടും. നമുക്കറിയാം, കോഴിക്കോട് മലബാറിന്റെ വാണിജ്യ തലസ്ഥാനമാണ്. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ പലതരത്തിലും പിന്നെ കച്ചവട സ്ഥാപനങ്ങളും വലിയ ഓഫീസുകളുടെ മേഖല ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോഴിക്കോട്. അവിടെ നമുക്കൊരു മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ 6-6:30 മണിയാകും, കുറച്ച് ദൂരെയാണ്. അപ്പൊ നമുക്ക് ഒരു വണ്ടി ഇല്ലാത്ത അവസ്ഥ. പിന്നെയുള്ള നമുക്ക് വന്ദേ ഭാരത് മാത്രം, എല്ലാവർക്കും കയറാൻ കഴിയില്ല, എപ്പോഴും റിസർവേഷൻ കിട്ടില്ല. ഈ ദുരിത യാത്രക്ക് പരിഹാരം ഉണ്ടാകാൻ MPയുടെ ശക്തമായ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാലക്കാട് കണ്ണൂർ അതുപോലെ കോയമ്പത്തൂർ കണ്ണൂർ വണ്ടികൾ കാസർഗോഡേക്കോ മഞ്ചേശ്വരം നീട്ടിക്കൊണ്ട് കാസർഗോഡുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് അനുകൂലമായ നിലപാട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.